ഗൈസ് നമ്മുടെ പഴം അങ്ങനെ പഴുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ ഈ വീട്ടിലുണ്ടായതാട്ടോ. അപ്പോൾ ഇത് എന്ത് പഴമാണെന്ന് നമുക്ക് വെട്ടണ സമയത്ത് അറിയണ്ടായിരുന്നില്ല. ചെറുപഴമാണോ ഞാലിപ്പൂവനാണോ പഴം എന്താണെന്നുള്ളത് നമുക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ വെട്ടിക്കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്തപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ടോ, നല്ല മധുരം ഉണ്ടായിരുന്നു. ഞാലിപ്പൂവനാണ് ആയിരുന്നു, എൻ്റെ അറിവിൽ ഞാലിപ്പൂവനാണ് ഗൈസ്. അപ്പോൾ ഇതിപ്പോൾ അധികം പഴുത്തിട്ടില്ല കേട്ടോ, അത്യാവശ്യം പഴുത്തിങ്ങനെ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവാക്ക് പഴം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ കണ്ടപ്പോൾ അവൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ 2-3 എടുത്തോണ്ട് വന്നിട്ട് കഴിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ഗൈസ് പഴം കണ്ടോന്ന് പറഞ്ഞാൽ അവൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇരുന്നിരിപ്പിൽ ആ പഴം മൊത്തം തീർത്തു ഗൈസ്. ഇതിൻ്റെ തൊലിക്ക് നല്ല കട്ടിയുണ്ട്, പക്ഷെ ഉള്ളിലധികം ഇതില്ല. അങ്ങനത്തെ ആ ഒരു പഴമായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ്, അത്യാവശ്യമല്ല നല്ല ടേസ്റ്റും മധുരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. ഹായ് ഓൾ. അപ്പോൾ ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്, വേറെ ഒന്നല്ല. നമ്മുടെ ചാനലിൽ പല വീഡിയോസ് ഇടുന്നത്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു, ന്യൂ സബ്സ്ക്രൈബർ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പം നമ്മുടെ കാസ്റ്റ് ഏത്, ഞാൻ അധികം വലിച്ചു നീട്ടുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കാസ്റ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടാണ് അവർ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഇപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എൻ്റെ പേര് തസ്നീം എന്നാണ്. ഞാൻ മുസ്ലിമാണ്. മുസ്ലിംസിൽ പട്ടാണി എന്നുള്ള ഒരു കാറ്റഗറിയിൽ പെടും. അപ്പോൾ പുതിയതായിട്ട് വരുന്നവർക്ക് എന്തായാലും സംശയങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ വീഡിയോസ് നമ്മൾ പലതരത്തിലുള്ള കണ്ടൻറ്റുകൾ ആണ് ഇടുന്നത്. കണ്ടൻറ്റ് ഇല്ലാത്ത വീഡിയോസും കണ്ടൻറ്റുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. പിന്നെ അത് പലതരത്തിൽ പല കോലത്തിലൊക്കെ ആയിരിക്കും വീഡിയോസ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് വരുന്ന ആർക്കാണെന്നുണ്ടെങ്കിലും ഡൗട്ട് വരുന്ന കാര്യമാണ്. കമൻറ്റ് ഇട്ട ആളെ ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല. ഞാൻ ഇനി വരുന്നവർക്ക് ഇനിയിപ്പോൾ അവർക്കും അറിയാനായിട്ട് താല്പര്യമുണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ കമൻറ്റിൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് താല്പര്യം ഉണ്ടാവില്ല. ഞാൻ ഇന്ന മതക്കാരിയാണെന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിടാനായിട്ട് എനിക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വീഡിയോ ആക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ പറയാനായിട്ട് വന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു മുസ്ലിം കുട്ടിയായി ജനിച്ചത് കൊണ്ട് എനിക്കൊരു പൊട്ട് കുത്താൻ പാടില്ല എന്നോ അല്ലെങ്കിൽ തട്ടയിടാതെ നടക്കാൻ പാടില്ല എന്നോ അങ്ങനെയൊന്നും അങ്ങനത്തെ ഒരു നിയമക്കൂട്ടത്തിൽ ചട്ടക്കൂട്ടത്തിലൊന്നും എനിക്ക് വലിയ ഇതില്ല. കാരണം വേറെ ഒന്നല്ല, മുസ്ലിംസ് ആകുമ്പോൾ നിസ്കാരം കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ക്രിസ്ത്യൻസ് ആകുമ്പോൾ അവർ ഞായറാഴ്ചകളിൽ എല്ലാവരുമായിട്ട് പള്ളിയിൽ പോകുന്നു. ഇപ്പോൾ മുസ്ലിംസിലാണെങ്കിൽ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നു, ജുമാ നിസ്കരിക്കുന്നു. പിന്നെ ഹിന്ദുക്കളാണെന്നുണ്ടെങ്കിലും അവർക്കും അവരുടേതായിട്ടുള്ള രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ഹിന്ദു കുട്ടിയാണെന്നുണ്ടെങ്കിലും ഒരു മുസ്ലിം കുട്ടിയാണെന്നുണ്ടെങ്കിലും ഒരു പൊട്ട് തൊടുന്നതിലോ അല്ലെങ്കിൽ അവൾ തട്ടിടാതെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ഹിന്ദു കുട്ടി തട്ടിടാൻ ആഗ്രഹിക്കുന്നല്ലോ അതിലൂടെ അങ്ങനെ ചെയ്തു എന്ന് വെച്ചിട്ട് അവർ അന്യമതക്കാരാവുകയും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അത് ഇപ്പം നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ഓരോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. നമുക്ക് ഇന്നപോലെ നമ്മളിപ്പോൾ ഇടുന്ന ഓരോ വസ്ത്രങ്ങൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണല്ലേ. നമുക്ക് അത് നന്നായിരിക്കും, അത് ചേരുന്നുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് നമുക്കൊരാകാംക്ഷ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നും ജസ്റ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഇപ്പോൾ സ്കൂളിൽ എന്തെങ്കിലും ഫങ്ഷൻസ് വരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾക്കായിട്ട് ഇപ്പോൾ നമ്മളെപ്പോലെ ഇപ്പോൾ ഉള്ള വ്ളോഗൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ കണ്ടന്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഓരോരോ വേഷങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ ഒരു പൊട്ട് കുത്തിയെന്നോ അല്ലെങ്കിൽ തട്ടിടാതെ നിന്നോ പറഞ്ഞിട്ട് നമ്മൾ മുസ്ലിം അല്ലാതാവുകയോ ഞാൻ തസ്നി അല്ലാതാവുകയോ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ എന്താ പറയുക, നീതി ഉണ്ടാവുക. നമ്മൾ മറ്റാർക്കും ഒരു ദോഷകരമല്ലാത്ത രീതിയിൽ നമ്മൾ ജീവിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലും കൂടുതലില്ല. നമ്മുടെ ദൈവം ഏതാണെന്ന് നമ്മളെ പടച്ചവൻ എന്തായാലും നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നീ ഇത്ര പ്രാവശ്യം തലേന്ന് തട്ടം മാറ്റി അല്ലെങ്കിൽ നീ ഇത്ര പ്രാവശ്യം പൊട്ട് തൊട്ടു അങ്ങനെ പറഞ്ഞിട്ടൊന്നല്ലല്ലോ. ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമാണ് നമ്മൾ പിന്നീട് അവിടെ പോയിട്ട് അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവർക്ക് ദ്രോഹമാകാതെയും നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കാത്ത രീതിയിലാവുകയും അങ്ങനെ ഒരു നല്ലൊരു ഇതിൽ ജീവിച്ച് വരാണെന്നുണ്ടെങ്കിൽ ഒക്കെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്തിട്ട് ഉപദ്രവമാക്കാതെ മുന്നോട്ട് പോവുക, അങ്ങനെ ജീവിക്കുക എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. എന്ന് വെച്ച് ഞാൻ മുസ്ലിം അല്ലാന്നോ എനിക്കിതൊന്നും ഇഷ്ടമല്ല, അങ്ങനെ തട്ടിടുന്നത് ഇഷ്ടമല്ല, പൊട്ടുകുത്തി നടക്കുന്നതാണ് ഇഷ്ടം, അങ്ങനെയൊന്നല്ല പറയുന്നത്. ജസ്റ്റ്
അപ്പോൾ പറഞ്ഞ് ഓവറാക്കാനും ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇനിയിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലുമൊക്കെ കഥകളിലേക്ക് പോകും. അതുകൊണ്ട് ഞാൻ എന്തായാലും ചെറിയൊരു വീഡിയോ ആക്കാനേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലാരിഫൈ ആയിന്ന് തോന്നുന്നു. അപ്പോൾ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർക്ക് ഈ വീഡിയോ ഒരുപാട് ഉപയോഗപ്രദമായെന്നും വിചാരിക്കുന്നു. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഇപ്പം എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് ഒട്ടും പറ്റാത്ത, നമുക്ക് മാനസികമായി ആകെ തളർന്നിരിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര ഭയപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പം എൻ്റെ അറിവിലും പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് പറയാണ് കേട്ടോ. അപ്പം നമ്മൾ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കും അല്ലേ. ഇവിടെ ഇപ്പോൾ ഒരു മുസ്ലിമിൽ പെട്ടവരായിക്കോട്ടെ, ഒരു ഹിന്ദുവിൽ പെട്ടവരായിക്കോട്ടെ, ഇപ്പം ചിലപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പള്ളികൾ, അമ്പലങ്ങൾ, ക്രിസ്ത്യൻ പള്ളികളിൽ അവിടെങ്കിലൊക്കെ പോയി ഇന്നത് നേർച്ച ചെയ്യാം, എൻ്റെ അസുഖം ഒന്ന് മെച്ചപ്പെടുത്തി തരണം, അല്ലെങ്കിൽ ഇന്നവരുടെ എൻ്റെ വേണ്ടപ്പെട്ടവരുടെ അസുഖങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യസാധ്യത്തിനും വേണ്ടിയിട്ട് ഇപ്പോൾ എത്രയോ പേര് അന്യന്യ മതത്തിലേക്ക് പോയി നേർച്ചകളും വഴിപാടുകളൊക്കെ ആയിട്ട് കഴിക്കുന്നു അല്ല. അപ്പം അത്രയുള്ളൂ മനുഷ്യരും പിന്നെ അതുപോലെ തന്നെ നമ്മളെയൊക്കെ സൃഷ്ടിച്ചത്, നമ്മുടെ ഈ ഒരു ലോകം സൃഷ്ടിച്ചത് ഒരു ശക്തിയാണ്. ദൈവം എന്നുള്ളതൊരു ശക്തിയാണ് എന്നുള്ള ആ ഒരു ഇതിൽ നമ്മൾ എല്ലാവരും, എല്ലാ മതങ്ങളും ഒന്നാണ്, എല്ലാ ദൈവങ്ങളും ഒന്ന് തന്നെയാണ്. നമ്മൾ പറയുന്ന ഭാഷകളിൽ ഇപ്പോൾ കർണാടകയിലത്തെ സംസാരം മാതിരി ആയിരിക്കില്ല നമ്മൾ തൃശ്ശൂരിലത്തെ സംസാരം പോലെയല്ല നമ്മുടെ എറണാകുളത്തെ. അപ്പോൾ ആ ഡിഫറൻസ് ഉണ്ട്. അതുപോലെ ചില മനുഷ്യരുടെ പ്രാർത്ഥനകളും രീതികളും കാര്യങ്ങളൊക്കെ ഡിഫറൻസ് ആണ് എന്ന് അങ്ങനത്തെ ആ ഒരു മൈൻഡിലാണ്, അങ്ങനെ വിശ്വാസം എന്നല്ല, അങ്ങനത്തെ ആ ഒരു മൈൻഡിലാണ്. ഇപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ കാസ്റ്റിനെ കുറിച്ച് ഓരോരോ വ്യത്യാസങ്ങളുണ്ടാവും. അതുപോലെ എനിക്കും ഓരോ വിശ്വാസങ്ങളുണ്ട്. അപ്പോൾ ആ വിശ്വാസത്തിലൂടെയൊക്കെ തന്നെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞതൊന്നും ഓവറായിട്ടില്ലയെന്നും പറഞ്ഞതിൽ തെറ്റില്ലയെന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ട്, ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്നോട് ക്ഷമിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിതപ്പോൾ കറി വെക്കാണ്ട് കറിക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ട് കറിയൊക്കെ ഇങ്ങനെ തിളച്ച് വല്ലാണ്ട് സ്കൂളിൽ പോയേക്കാണ് ഇവിടെ കിടന്ന് ഫോൺ കാണാൻ കേട്ടോ. പിന്നെ ഇത് പ്രൊമോഷനൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്, അങ്ങനെ കണ്ടൊരു പേജിൽ നിന്ന് ഞാൻ ഏറ്റെടുത്തതാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, അഫോർഡബിൾ പ്രൈസും പിന്നെ പ്രൈസിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രൈസിനനുസരിച്ചതൊന്നും പറഞ്ഞിട്ട് തള്ളിക്കളയാനൊന്നും പറ്റില്ല കേട്ടോ. നല്ല ക്വാളിറ്റി തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ കടകളിൽ നിന്നൊക്കെ എടുക്കുന്ന പോലെ ക്വാളിറ്റി ഉള്ളത് തന്നെയായിരുന്നു. പിന്നെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രോഗ്നൈറ്റ് ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇനിയും വാങ്ങണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേമാതിരത്തെ നൈറ്റീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു വീഡിയോ പോലെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളിതാ വൈകുന്നേരം ചായ കുടിക്കാനായിട്ട് ഇരിക്കട്ടെ. അപ്പോൾ ഇത് പഴം കൊണ്ട് എൻ്റെ ഒരു അല്ലറച്ചില്ലേറെ തട്ടിക്കൂട്ടലാണ്. ഇസാക്ക് ഉണ്ണിയപ്പം വേണമെന്നാണ്. അപ്പോൾ ഇത് ഉണ്ണിയപ്പം എന്നല്ല, എങ്കിലും ഉണ്ണിയപ്പം ചട്ടിയിൽ പഴമൊക്കെ ഇട്ടിട്ട് ശർക്കരയൊക്കെ ഇട്ടിട്ട് ഒരു സംഭവം മാവൊക്കെ ഇട്ട് കുഴച്ച് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ചായ ചൂടായതുകൊണ്ട് തന്നെ രണ്ടാളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അമ്മ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ വെറുതെ ഇരുന്നപ്പോൾ കുറച്ച് തുണി കഷ്ണങ്ങളൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ രണ്ടാൾക്കും വീട്ടിലിടാനായിട്ട് കോട്ടൻ്റെയാണ്. അപ്പോൾ ഷിമിമാരി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തേച്ച് നോക്കി, ഇടക്കിടക്കൊക്കെ ഒന്ന് മെഷീൻ അനക്കണമല്ലോ, അപ്പോൾ അത് ഓർത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടാ. പിന്നെ ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് ഗൈസ്. എൻ്റെ മുടിയൊക്കെ നല്ലോണം കൊഴിയുന്നുണ്ട്. നല്ലോണം എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള പോക്കാണ്. ഇപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ അത്യാവശ്യം തിക്കുള്ള മാതിരി ഉണ്ട്, പക്ഷെ നേരിട്ട് ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ ഞാൻ ഫ്രണ്ടിലിട്ടപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നല്ലൊരു രസമുണ്ട്, പക്ഷേ നേരിട്ട് ഇങ്ങനെയല്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സജഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. കാരണം അതേമാതിരി ഭയങ്കരമായിട്ട് കൊഴിയുന്നുണ്ട്. ഇപ്പം ഞാൻ കുളിക്കാൻ പോകാനായിട്ട് എണ്ണ തേക്കാണ്ട്, അപ്പോൾ കുറച്ച് നേരം ഇപ്പോഴാണ് ഗൈസ് മസാജും കാര്യങ്ങളൊക്കെ ചെയ്തുമ്പോൾ നമ്മുടെ മുടിയൊക്കെ പോയി തുടങ്ങിയെന്ന് അറിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലോണം പൊണ്ടിട്ട് ആ കൊട്ടയ്ക്ക് ഇങ്ങനെ മുടി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കുളിക്കാൻ പോണതിന് മുന്നേ കുളിച്ചതിന് ശേഷം മുടി കെട്ടുമ്പോൾ ഒക്കെ ഇങ്ങനെ ചീർപ്പിലും കയ്യിലും താഴെയൊക്കെ ആയിട്ട് ഫുള്ള് ഇങ്ങനെ കിടക്കണ്ടാവും. പിന്നെ ഇന്നൊരു സാറ്റർഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കലക്കിച്ചിട്ട അപ്പവും പിന്നെ അതുപോലെ തന്നെ എന്തോ കറിയായിരുന്നു ഗൈസ്, മറന്നു. അപ്പോൾ അത് പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒന്ന് ബെഡൊക്കെ ഒന്ന് കുറഞ്ഞ് വിരിക്കാനായിട്ടൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചെറിയ ഇവിടുത്തെ പണികളൊക്കെ തീർത്തിട്ട് നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകിയിട്ടിട്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ചാൽ അങ്ങനെ തുണികളൊക്കെ എടുത്ത് ഇട്ടു കേട്ടോ. പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ സ്വിച്ച് ഓണാക്കി പിന്നെ ഇവർ
ഇരിക്കണ നേരത്ത് അടിപിടി ഉണ്ടായി. പിന്നെ അങ്ങനെ വന്ന് നമ്മൾ അടിപിടിയൊക്കെ തീർത്തു കേട്ടോ. പിന്നെ നമുക്കിവിടെ പഴം കുഴച്ചത് നേരത്തെ മുന്നത്തെ ആ ഒരു ക്ലിപ്പിങ്സിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിതാ ഒരു അട പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണ് കേട്ടോ. ഇത് 2-3 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഗൈസ്, എല്ലാം ഒരു ദിവസത്തെ അല്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം.